നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് മനസ്സിൻ്റെ കാരകനായ, അമ്മയുടെ കാരകനായ, ഇമോഷൻസിൻ്റെ ഒക്കെ കാരകനായിട്ടുള്ള, നമ്മുടെ ശരീരത്തിലെ ജലാംശത്തിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രൻ 7th ഹൗസിൽ നിന്നാൽ, 7ാം ഭാവത്തിൽ നിന്നാൽ അതിൽ തരുന്ന ഗുണദോഷങ്ങൾ, ഗുഡ് എഫക്ട്സ് ആൻഡ് ബാഡ് എഫക്ട്സ്, അതുപോലെ തന്നെ കാർമ്മിക ബന്ധങ്ങളും ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തെ ഇതുകൊണ്ട് എങ്ങനെ കുറച്ചും കൂടി, ഈ വീഡിയോ കൊണ്ട് അത് കുറച്ചും കൂടി ഉയർന്ന രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് 7ാം ഭാവത്തിലൊരു ഗ്രഹം നിൽക്കും എന്ന് പറയുമ്പോൾ തന്നെ 7ാം ഭാവത്തിൽ ഏത് ഗ്രഹം നിന്നാലും അത് ലഗ്നത്തിലേക്ക് നോക്കും. അപ്പം 7ാം ഭാവത്തിൽ ഒരു ഗ്രഹം നിൽക്കുന്ന ഫലം നമ്മൾ പറയുമ്പം ഒന്നുകിൽ ആ 7ാം ഭാവം എന്ന് പറയുന്നത് ഭാവാൽഭാവ ചിന്തയിൽ സ്പൗസായിട്ട് വരുന്ന ആളുടെ, അല്ലെങ്കിൽ ബെറ്റർ ഹാഫായിട്ട് വരുന്ന ആളിൻ്റെ ലഗ്നമായിട്ടാണ് ഒരു ജാതകം വെച്ച് നമ്മൾ നോക്കുന്നത്. സമസപ്തമ ഭാവം. അപ്പം ആ ഭാവത്തിൽ ലഗ്നം വരുമ്പം 7ാം ഭാവം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആളിൻ്റെ ലഗ്നമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഇൻസിഡൻസ് വരുന്നത് അവരുടെ ക്യാരക്ടറിലൂടെ ആയിരിക്കും. ഇപ്പം ചന്ദ്രൻ 7 നിൽക്കുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ശനിയോ മറ്റ് ഗ്രഹങ്ങളോ പല പല സ്വാധീനങ്ങൾ നിങ്ങളുടെ ലഗ്നത്തിനുണ്ടെങ്കിൽ ചിലപ്പം 7 നിൽക്കുന്ന ചന്ദ്രൻ്റെ ക്യാരക്ടറിലൂടെ അതിൻ്റെ ആ ഇൻസിഡൻസ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിലൂടെ ആയിരിക്കാം. മനസ്സിലാവുന്നു? അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ആവാം. ഇപ്പം ചന്ദ്രൻ 7 നിൽക്കുക അല്ല എന്ന് വിചാരിച്ചോളൂ. 7ാം ഭാവാധിപനെയോ ശുക്രനെയോ ചന്ദ്രൻ സ്വാധീനിക്കുകയും ജാതകത്തിൽ ഏറ്റവും കൂടുതൽ ബലം ചന്ദ്രനാണെങ്കിൽ ഉറപ്പിച്ചോളൂ, ഈ സ്വഭാവങ്ങൾ അവർക്ക് ഉണ്ടാവും. അങ്ങനെ അസ്ട്രോളജി എന്ന് പറഞ്ഞൊരു 3-4 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടല്ല നമ്മളതിൻ്റെ ഒരു ഫൈനൽ ഇതിലേക്ക് എത്തേണ്ടത്. ഇതൊരു ഒബ്സർവേഷൻ സയൻസ് ആയതുകൊണ്ട് തന്നെ എവിടെ വേണേലും തെറ്റാം. അപ്പം അത്രയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം പല കാര്യങ്ങൾ ചോദിച്ച് അതിൽ ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ ഈ പ്രഡിക്ഷൻ ചെയ്യുന്നത് ഒരു രസമാണെങ്കിലും, പക്ഷെ ഞാൻ കൂടുതലും പറയുന്നത്, ഇപ്പം എൻ്റെ അടുത്ത് കൺസൾട്ടേഷന് വിളിച്ചിട്ടുള്ളവരുടെ അടുത്തറിയാം, ഒരു 80 അല്ല 90% ആൾക്കാരുടെയും ജാതകം എടുത്തിടുമ്പോഴേ 1-മത്തെയോ 2-മത്തെയോ ചോദ്യം അവരുടെ കറണ്ട് പ്രോബ്ലം ആയിരിക്കും, കറണ്ട് പ്രശ്നമായിരിക്കും. ഏറ്റവും കൂടുതൽ അവരിലെ സ്വാധീനിച്ച പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ ആ വിഷയം അവതരിപ്പിക്കുന്നത്. പക്ഷേ അത് കുറേ കാലമെടുക്കും, ചിലപ്പോൾ തെറ്റിപ്പോകും. നമുക്ക് കുറേ കാലമെടുക്കും അതിലേക്ക് എത്താൻ. അപ്പം അതിലേക്ക് എത്താൻ പല മാനദണ്ഡങ്ങൾ നമ്മൾ നോക്കണം. ഭാവത്തിനും തൽപ്പതിക്കും കാരകാക്യ ഗ്രഹത്തിനും 3 പേർക്കും ബലമുണ്ടോ എന്ന് നോക്കണം. അതേപോലെ ബലമുണ്ടായാൽ ഇപ്പോൾ 7 ഗ്രഹം നിൽക്കുകയാണെങ്കിൽ ആ 7 നിൽക്കുന്ന ഗ്രഹം ഇവർക്ക് 7 നിൽക്കുന്ന ഗ്രഹത്തെക്കാട്ടിലും കൂടുതൽ ബലം ആ ജാതകനോ ജാതകയ്ക്കോ ഉണ്ടെങ്കിൽ ആ സ്വഭാവമായിരിക്കും കാണിക്കുന്നത്. പക്ഷേ 7 നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ പറഞ്ഞിട്ടുള്ള കാരക വിഷയങ്ങളും പറഞ്ഞിട്ടുള്ള കർമ്മഫലങ്ങളും ചിലപ്പം ഇവർക്ക് ഓപ്പോസിറ്റ് വരുന്ന ആളിലൂടെ ആയിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. 2 സാധ്യതകളും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് പഠിക്കണം. ഒരു നല്ലൊരു ചോദ്യം രവിയുടെ വീഡിയോയ്ക്ക് താഴെ വന്നിരുന്നു. ഈ 7 രവി നിൽക്കുന്ന ആള് എന്ന് പറയുന്നത് 7 ഗ്രഹം നിൽക്കുമ്പോൾ ആ സ്വഭാവം നമുക്കാണോ ഉണ്ടാവുന്നത്, അതോ ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ വരുന്ന ആളിനാണോ ഉണ്ടാവുന്നതെന്നൊരു ചോദ്യം അത് വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ചോദ്യമാണ്. അത് ഞാൻ വിട്ടുപോയി. ഞാൻ ഒരുമാതിരി കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാണ് പറഞ്ഞു പോകുന്നത്. പക്ഷേ അതിൽ വിട്ടുപോയൊരു കാര്യമായിരുന്നു അത്. അപ്പം അതങ്ങനെയും വരാം. പക്ഷേ ഈ ഇൻസിഡൻസ്, ഈ കാര്യങ്ങൾ നിങ്ങൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെറ്റർ ഹാഫ് വഴിയോ നിങ്ങൾക്ക് സംഭവിക്കും. നിങ്ങളുടെ 7 ചന്ദ്രനാണ് നിൽക്കുകയെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ ഏറ്റവും കൂടുതൽ ബലം നിങ്ങളുടെ ജാതകത്തിൽ ചന്ദ്രനാണെങ്കിൽ നിങ്ങളിലൂടെ തന്നെയായിരിക്കും അത് സംഭവിക്കുന്നത്. പക്ഷേ 7 ചന്ദ്രനാണ് നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ 7 ഗ്രഹമാണോ നിൽക്കുന്നത്, അതിൻ്റെ പറഞ്ഞിട്ടുള്ള കാരക വിഷയങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കും എന്നുള്ളത് നിങ്ങൾ വഴിയോ അല്ലെങ്കിൽ വഴിയോ ആ ഒരു സിറ്റുവേഷൻസ്, ആ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യും. കാരണം 7 ഗ്രഹം നിന്നും ഞാൻ പറഞ്ഞല്ലോ, അത് ലഗ്നത്തിലേക്ക് ദൃഷ്ടി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായതുകൊണ്ട് അത് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം ആയിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് 7ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ അധികാരത്തിനെയും
ചൂടിനെയും രാജകീയതയെയും രജസ്സിനെയും ഉഷ്ണത്തെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ വികാരങ്ങളെയും സൗന്ദര്യത്തെയും ചാഞ്ചാട്ടത്തെയും ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിയെയും പെട്ടെന്നുള്ള സന്തോഷത്തെയും പെട്ടെന്നുള്ള ദുഃഖത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ചന്ദ്രൻ 7th ഹൗസിൽ നിന്നാലുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളിൽ നിന്ന് തുടങ്ങാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ചന്ദ്രന് പക്ഷബലമുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതാണ്. ചന്ദ്രന് പക്ഷബലമുണ്ടെങ്കിൽ, വ്യാഴബന്ധമുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതാണ്. ഈ ചന്ദ്രൻ നിൽക്കുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടി ഉണ്ടായെങ്കിൽ, ബലവാനായ വ്യാഴത്തിന്റെ ദൃഷ്ടിയാണെങ്കിൽ ഒക്കെ എങ്ങനെയാണ് ചന്ദ്രന് മൊത്തത്തിലെ ഷഡ്ബലമൊക്കെ എടുക്കുമ്പോൾ ബലമുണ്ടെങ്കിൽ ഒക്കെ എങ്ങനെയായിരിക്കും ഫലം എന്നുള്ളത് നോക്കാം. ഒന്നാമത്തേത് സൗന്ദര്യമുള്ള പങ്കാളി എന്നുള്ളതാണ്. വളരെ ആകർഷകമായിട്ടുള്ള, അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന, സൗമ്യ പെരുമാറ്റമുള്ള ജീവിത പങ്കാളി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത്യാവശ്യം പെട്ടെന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, പെട്ടെന്ന് ഭാര്യയാണെങ്കിൽ ഭാര്യ പറയുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്ന, ഭർത്താവിനെ ആണെങ്കിൽ പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്തു കൊടുക്കുന്ന, വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ സ്പീഡിൽ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു പങ്കാളിയെ, സൗന്ദര്യമുള്ളൊരു പങ്കാളിയെ കിട്ടാനുള്ളൊരു സാധ്യത. രണ്ടാമത്തേന്ന് പറയുന്നത് വൈകാരികമായിട്ടുള്ളൊരു അടുപ്പമാണ്. ദമ്പതികൾക്കിടയിൽ ശക്തമായിട്ടുള്ളൊരു മാനസിക ഐക്യം, ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് ഇപ്പം രവിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോണ്ടിങ് കുറച്ച് കുറവായിരിക്കും. ഒരു ഈഗോ ഹേർട്ട് ചെയ്യുന്നൊരു വിഷയം ഉണ്ടായാൽ അവർ താൻ ശരിയാണ്, അല്ല തൻ്റെ കാര്യം ചെയ്യണം, തൻ്റെ ഡ്യൂട്ടി, കാരണം ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജകീയതയാണ്. എൻ്റെ കർമ്മം, എൻ്റെ ഇത് ചെയ്യണം. ഇമോഷണലി അവരെല്ലാവരും കാണുന്നത് അത് ചെയ്ത് അവരുടെ സൈഡ് ക്ലിയർ ആക്കും, എന്നിട്ട് സ്വയം സാറ്റിസ്ഫൈ ആകും എന്നുള്ളതല്ലാതെ ഇമോഷണൽ ബോണ്ടിങ് പതിയെ അവർക്ക് കുറഞ്ഞു വരും. തുടക്കമുള്ള ബോണ്ടിങ്ങിൽ നിന്ന് കുറഞ്ഞു വരും രവിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ദമ്പതികൾക്കിടയിൽ ശക്തമായിട്ടുള്ളൊരു മാനസിക ഐക്യം ഉണ്ടായിരിക്കും. പങ്കാളിയുടെ സന്തോഷത്തിനായിട്ട് എന്ത് സാക്രിഫൈസ് ചെയ്യാനും എന്ത് അഡ്ജസ്റ്റ് ചെയ്യാനും തയ്യാറാകുന്ന ഒരു രീതിയിലേക്ക് വരും. പോസിറ്റീവായിട്ടുള്ളൊരു ചന്ദ്രനാണെങ്കിൽ, ബലവാനായ പോസിറ്റീവായിട്ടുള്ളൊരു ചന്ദ്രനായതുകൊണ്ട് അങ്ങനെ വരാം. ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാവും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7th ഹൗസിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനപ്രീതി എന്നുള്ളതാണ്. 7ാം ഭാവം പൊതുസമൂഹത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ചന്ദ്രൻ അവിടെ നിൽക്കുമ്പം ഇവർക്ക് മറ്റുള്ളവരുടെ ഇടയിൽ പെട്ടെന്ന് നന്നായിട്ട് ബിഹേവ് ചെയ്യും, നന്നായിട്ട് ഇടപെടുകയും അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ പ്രശസ്തിയും ആകർഷണ ശക്തിയും ഉണ്ടാവും. അതായത് ഇവർ പറയും ആൾക്കാരെ നമ്മൾ കയ്യിലെടുക്കുക എന്നൊക്കെ പറയത്തില്ല, ആൾക്കാരെ കയ്യിലെടുക്കാനുള്ളൊരു കഴിവ് ഇവർക്ക് വളരെ കൂടുതലായിരിക്കും. വളരെ കെയർ ചെയ്യുന്ന പോലെ എല്ലാവരുടെ ഉള്ളിലൊരു ചൈൽഡ് ഉണ്ട്, ഒരു മദർ സപ്പോർട്ട് ആഗ്രഹിക്കുന്ന ഒരു ചൈൽഡ് ഉണ്ട്, എല്ലാവരുടെ ഉള്ളിലുണ്ട്. അപ്പം ആ ഒരു രീതി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഇടപെടാനുള്ള ഒരു ശൈലി ഇവർക്ക് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ബലവാനായ ഒരു ചന്ദ്രൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ബിസിനസ് വിജയം ഉണ്ടാവും എന്നുള്ളതാണ്. വളരെ സൂക്ഷിച്ചാണ് ഈ ഫലം എടുക്കേണ്ടത്. കാരണം ചന്ദ്രൻ്റെ ബലം എന്ന് പറയുന്നത് പക്ഷബലം പെട്ടെന്ന് മാറുന്നതാണ്. പല ഫേസസ് ഉണ്ട് ചന്ദ്രന്. അതുകൊണ്ട് തന്നെ ഒന്ന് സൂക്ഷിച്ചു വേണം ഈ ഫലം പറയാൻ. പക്ഷെ എന്നാലും ഞാനിത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പങ്കാളിത്ത ബിസിനസ്സുകളിൽ, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുമായി ചേർന്ന് തുടങ്ങുന്ന ചില സംരംഭങ്ങളിൽ, അല്ലെങ്കിൽ സ്ത്രീകളുമായി ചേർന്ന് തുടങ്ങുന്ന ചില പുതിയ കാര്യങ്ങളിൽ, പുതിയ വിഷയങ്ങളിൽ ഇവർക്ക് വിജയങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. തിരിച്ച് കേട്ടോ, ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിൻ്റെ പേരിൽ ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ് വിജയിച്ചു പോകുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ചന്ദ്രൻ്റെ നെഗറ്റീവ് ഫലങ്ങളിലേക്ക് കയറാം. ചന്ദ്രൻ, അതായത് മൂൺ വാക്സിംഗ് മൂൺ ആണെങ്കിൽ, അതായത് ക്ഷീണചന്ദ്രനാണെങ്കിൽ, അമാവാസ്യയോട് അടുത്ത് നിൽക്കുന്ന ചന്ദ്രൻ, അല്ലെങ്കിൽ പാപഗ്രഹങ്ങളുമായി യോഗം ചെയ്ത് നിൽക്കുന്ന ചന്ദ്രൻ, പാപമധ്യസ്ഥനായി നിൽക്കുന്ന ചന്ദ്രൻ. ഒന്നാമത്തെ ഇത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇന്നത്തെ കാലത്തെ ഏറ്റവും ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അസ്ഥിരമായ മനസ്സ്. 7th ഹൗസ് ആയതുകൊണ്ട് ചന്ദ്രൻ വളരുകയും
തേയുകയും ചെയ്യുന്നത് പോലെ തന്നെ. കാരണം അത് അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്കും പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്കും ഒരേ സമയം വളരുകയും തേയുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ദാമ്പത്യ ബന്ധത്തിലും സ്നേഹബന്ധത്തിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് മൂഡ് സ്വിങ്സ് കാരണം ഓരോ ദിവസവും ഇവരെന്താ ഇങ്ങനെ പെരുമാറുന്നില്ല, ഇവൻ എന്താ ഇങ്ങനെ പെരുമാറുന്നത് നോക്കും. ചില ദിവസം ഭയങ്കര ചിരിയായിരിക്കും, ഭയങ്കര സ്നേഹമായിരിക്കും, കെയറിങ് ആയിരിക്കും, ഭയങ്കര എല്ലാത്തിനും ഓടി നടക്കുകയും ചെയ്യും. ചില ദിവസങ്ങളിൽ ഭയങ്കര വെപ്രാളമായിരിക്കും, ഭയങ്കര ടെൻഷനായിരിക്കും. ചില ദിവസം ഇരുന്ന് കരയും, അടിയുണ്ടാക്കും, വഴക്കുണ്ടാക്കും. രാവിലെ തന്നെ ഇപ്പോൾ 7 ചന്ദ്രനോ അല്ലെങ്കിൽ ലഗ്നത്തിൽ ചന്ദ്രനോ നിൽക്കുന്നവരാണെങ്കിൽ രാവിലെ ഓഫീസിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് കാണാനൊക്കെ നല്ല രസമൊക്കെ ആയിരിക്കും, ഒരുങ്ങിയൊക്കെ അത്യാവശ്യം ഐശ്വര്യമൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ചിരിച്ചുകൊണ്ടിരിക്കും. വരുമ്പോൾ തന്നെ ആ നെഗറ്റിവിറ്റി കൊണ്ടുവന്ന് ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് വെക്കും. ഭയങ്കര ഫ്രസ്ട്രേഷനും മൂഡ് സ്വിങ്സ് ഒക്കെ വരുന്ന, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ പീരീഡ്സ് ഒക്കെ അടുക്കുന്ന സമയമാകുമ്പം അല്ലെങ്കിൽ അമാവാസിയോ അല്ലെ പൗർണമിയോ അടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് കടുത്ത മൂഡ് സ്വിങ്സ് ഉണ്ടാകും. ഇന്ന് വലിയ സ്നേഹമാണെങ്കിൽ നാളെ വലിയ പിണക്കമായിരിക്കും. ഇങ്ങനെ നമുക്ക് ഇതെന്താ ഇങ്ങനെ എന്ന് തോന്നുന്ന അസ്ഥിരമായ മനസ്സിന് ഉടമകളായിരിക്കും ഒന്നിൽ 7 ചന്ദ്രൻ നിൽക്കുന്നവർ അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർ. രണ്ടിലേലും ഉറപ്പാണ്. രണ്ടാമത്തേത് അമിതമായിട്ടുള്ള ആശ്രയത്വം ആണ്. ഓവർ ഡിപ്പെൻഡൻസി. പങ്കാളിയെ, തൻ്റെ പാർട്ട്ണറെ അമിതമായി ആശ്രയിക്കുന്നു. ആ പ്രകൃതം കാരണം ഇവരുടെ പങ്കാളിക്കോ ഇവരോ അല്ലെ ഇവർക്ക് ഇവരുടെ പങ്കാളിയോ ഒരു ഭാരമായി തോന്നുകയും ചെയ്യും എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തേന്ന് പറയുന്നത് പുറമേ നല്ല ഷോ ഓഫ് ആയിരിക്കും. അതായത് പ്രത്യേകിച്ച് ഇവരുടെ ലവ് മേക്കിംഗ് രീതികൾ മറ്റുള്ളവർ കാണുന്നതിലൊക്കെ ഇവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതായത് കൈ കുരുത്ത് പിടിച്ച് നടക്കുന്നത്, അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് ഒരുമിച്ച് മുട്ടിയുരുമിയിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതികളോടൊക്കെ വളരെ ഇഷ്ടം ഉള്ളവരായിരിക്കും. പക്ഷേ ഇവർ ഇമോഷണലി ഇൻസ്റ്റേബിൾ ആയിരിക്കും. ജീവിതത്തിൽ എപ്പോഴെങ്കിലും റിലേഷൻഷിപ്പ് ട്രോമാസ് വന്നിട്ട് വല്ലാണ്ട് പൊളിഞ്ഞ് പോകുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് പിന്നീട് ഈ മനസ്സിൻ്റെ ചഞ്ചലത കാരണം ഈ ഒരു ചെറിയ പ്രശ്നം, ചെറിയ റിലേഷൻഷിപ്പിൽ തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്ന് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ വേറെ ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ ചന്ദ്രൻ പറയും 27 നക്ഷത്രങ്ങൾ ചന്ദ്രൻ്റെ 27 ഭാര്യമാരാണെന്നും ഓരോ ദിവസം ഓരോരുത്തരുടെ കൂടെ ആണെന്നും. അതുപോലെ പുരാണത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. താരാദേവിയിൽ ചന്ദ്രൻ ഉണ്ടാവുന്ന പുത്രനാണ് ബുധൻ എന്നുള്ളത്. ഗുരുപത്നിയാണ് താര. അൺകൺട്രോൾഡ് ആയിട്ടുള്ള മനസ്സ് പലപ്പോഴും അവരുടെ ഇൻസെക്യൂരിറ്റീസ്, അതേപോലെ തന്നെ വാസനകളെ കൺട്രോൾ ചെയ്യാൻ, ചന്ദ്രൻ്റെ ബലമില്ലെന്നുണ്ടെങ്കിൽ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ പുറമേ വളരെ കൂളാണെങ്കിൽ പോലും മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വലിയ പാടുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ വളരെ എക്സ്പെക്റ്റേഷൻ കൂടുതലായിരിക്കും റിലേഷൻഷിപ്പുകളിൽ. അപ്പം ഇവരാഗ്രഹിക്കുന്ന പോലെ ഇവർക്ക് എപ്പോഴും ആ ഒരു ഇമോഷണൽ നീഡ് ഇവർ പ്രതീക്ഷിക്കുന്ന പോലെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഈ ചന്ദ്രൻ വളരെ വേഗത്തിൽ ഒരു റേഞ്ചിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ ഈ നിരാശയ്ക്കും വളരെ വേഗമായിരിക്കും. ആഗ്രഹം ഭയങ്കരമായിട്ട് സ്നേഹം ആദ്യം അങ്ങ് കൊണ്ടുവന്ന് ഇടുന്ന പോലെ, കുടഞ്ഞിടാനുള്ള ഒരു ടെൻഡൻസി വരുന്ന പോലെ തന്നെ പെട്ടെന്ന് ഇവർക്ക് ആ ഒരു ഡോപ്പമിൻ ലെവൽ പെട്ടെന്ന് താഴേക്ക് പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേ തന്നെ വേറെ ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള സാധ്യതകളുണ്ട്, മനസ്സ് നിയന്ത്രിച്ചില്ലെങ്കിൽ. അപ്പം മനസ്സ് നിയന്ത്രിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഇവർ കൊച്ചിലെ മുതലേ ശീലിക്കേണ്ടത്. നിങ്ങളുടെ വേഗത ഒന്ന് കുറയ്ക്കാൻ ബോധപൂർവം ശ്രമിക്കുക. പലപ്പോഴും എനിക്ക് മനസ്സിലായൊരു കാര്യം, എൻ്റെ ഒരു അനുഭവം കൊണ്ട്, പ്രാരാബ്ധം കാരണമാണ് ചില കാർമിക് ബന്ധങ്ങളിൽ നമ്മൾ ചെന്ന് പെടുന്നത്. ഒരുപാട് പേരുടെ ജീവിതം കൊണ്ടുമാണ് ഞാൻ ഈ പറയുന്നത് ചെന്ന് പെടുന്നത്. പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരായിരിക്കും ലോകം, സന്തോഷം, സ്നേഹം. പക്ഷെ ഒരു നിമിഷം, ഒരു ദിവസം ആ സർവ്വ പ്രാരാബ്ധങ്ങളും കൂടി അത് അവരങ്ങ് പോവും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ പ്രാരാബ്ധം വലിച്ചുകൊണ്ടങ്ങ് പോവും. ഒരു വലിയ വീഴ്ചയിലേക്കായിരിക്കും ആ സമയത്ത് ഒരു വ്യക്തി പോകുന്നത്. എൻ്റെ ഗുരു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകുക എന്നുള്ളത് എങ്ങനെയാണ് ജിനേഷയെ മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ വളരെ ലളിതമാണ്. ഇവർ 2 വ്യക്തികൾ ഒരുമിച്ച് കൂടിയതിന് ശേഷം 2 പേർക്കും മാനസികമായും ശാരീരികമായും ഭൗതികപരമായും
ഉയർച്ചയുണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് രണ്ടു പേർക്കും ആ വളർച്ചയുണ്ടോ എന്ന് നോക്കണം. ഒരാൾ വളരുകയും ഒരാൾ തളരുകയുമാണ് ചെയ്യുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ആൾ ഈ ലൈഫിലേക്ക് വരുന്നതിന് മുമ്പ് തളർന്നിരിക്കുകയും ഇപ്പോൾ ആ തളർന്നുകൊണ്ടിരിക്കുന്ന ആൾ മറ്റേ ആൾ ലൈഫിലേക്ക് വരുന്നതിന് മുമ്പ് ഉയർന്നിരിക്കുകയും ചെയ്തിരുന്ന ആൾ ആണെങ്കിൽ ഉറപ്പിച്ചോളൂ, അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കും. അത് ആസുരിക ബന്ധ ലക്ഷണമാണെന്ന് ഒരിക്കൽ എൻ്റെ ആചാര്യന്മാരിൽ ഒരാൾ പറഞ്ഞിരുന്ന ഒരു ഓർമ്മ എനിക്കുണ്ട്. പല പല വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പം അങ്ങനെ അതിൽ നിന്ന് കയറി വരാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു പരാജയം വന്നൊരു പ്രാരാബ്ധം കൊണ്ട് വേദനിക്കാനുള്ള ഒരു യോഗം, ഒരു ലൂപ്പിൽ പെട്ടുപോയി, ഒരു കാർമിക് ലൂപ്പിൽ പെട്ടുപോയി, അങ്ങനെ ഒരു പരാജയം, ഒരു റിലേഷൻഷിപ്പ് ഫെയിലിയർ വന്ന ശേഷം തിരിച്ചു കയറി വരിക എന്ന് പറയുന്നത് ഒരു കഠിന തപസ്സാണ്. സ്വർഗം നഷ്ടപ്പെട്ടു പോയ ദേവന്മാർ തിരിച്ച് ജീവൻ രക്ഷിക്കാൻ വേണ്ടി പരാശക്തിയെ ആശ്രയിക്കുന്ന ഒരവസ്ഥ പോലെയാണ്. കഠിന തപസ്സാണത്. അത് ആ പുരാണങ്ങളിൽ വായിച്ചാൽ മനസ്സിലാവും. അസുരൻ്റെ അക്രമം കൊണ്ട് സ്വർഗം നഷ്ടപ്പെട്ടു പോയ ദേവന്മാർ പിന്നീട് തപസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു കാലം പോലെയാണത്. രാജരാജേശ്വരിയുടെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവുന്നിടം വരെ അത് തുടരും, ആ ഒരു തപസ്സിൻ്റെ കാലം. അപ്പം മിക്ക ആൾക്കാർക്കും അത് കയറി വരിക എന്ന് പറയുന്നത് വളരെ കുറച്ച് പേര് മാത്രമാണ് അത് കയറി വരുന്നത്. അല്ലാത്തവരും ഈ മനസ്സ് ചഞ്ചലമായിട്ട് വീണ്ടും മറ്റ് റിലേഷൻഷിപ്പുകളിലേക്ക് പോയി ഒന്നിൽ നിന്ന് ഒന്നിലേക്ക്, പരാജയത്തിൽ നിന്നും വേദനകളിലേക്കുള്ള യാത്രയായിരിക്കും. രണ്ടാമത്തേതെന്ന് പറയുന്നത് ആൽക്കഹോൾ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ അഡിക്റ്റ് ആവും. വ്യക്തിബന്ധങ്ങൾ ഒരു 3-4 മാസത്തിൽ കൂടുതൽ ഒരു ബന്ധം നിൽക്കത്തില്ല. അടുത്തതിൽ നിന്ന് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പോയി അവരൊരു പോയിൻ്റ് എത്തുമ്പം അവരെ ഇഷ്ടമല്ലാതാവും. നമ്മുടെ ശരീരമാണെങ്കിലും മനസ്സാണെങ്കിലും ജീവിതമാണെങ്കിലും വളരെ ഡിവൈനായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മുടെ മെൻ്റൽ ട്രോമയെ ഓവർകം ചെയ്യാനുള്ളൊരു ടൂളായിട്ട് ഒരു കാരണവശാലും റിലേഷൻഷിപ്പുകളെ എടുക്കരുത്. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേരുടെ കൺസൾട്ടേഷൻ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പലരുടെയും കാര്യങ്ങൾ കേൾക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ നിസ്സഹായരാണ്. അവർ വിളിക്കുമ്പോൾ അവർക്കൊരു സമാധാനം പറഞ്ഞു കൊടുക്കുക, അവർക്ക് കയറി വരാനുള്ള വഴി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതിനപ്പുറമായിട്ട് പലപ്പോഴും നമ്മൾ നിസ്സഹായരാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, ജീവിത ലക്ഷ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളെ നന്നായി സ്നേഹിക്കുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതായാലും മതി. അതുകൊണ്ട് സ്വാർത്ഥത വരാതിരുന്നാൽ നിങ്ങൾക്ക് ആരെയും ഉപദ്രവിക്കാൻ കഴിയില്ല. ആരോടും ഒരു വെറുപ്പോ വിദ്വേഷമില്ല. നിങ്ങളുടെ കാര്യം നോക്കി, നമ്മുടെ കാര്യം നോക്കി ഈശ്വരനെ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ അവസരങ്ങളെ ഉപയോഗിച്ച് നമ്മൾ മുന്നോട്ട് പോകും. അല്ലാതെ നമ്മളുടെ വിജയങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ചന്ദ്രൻ ഒരു വൈശ്യഗ്രഹവും കൂടിയ ലാഭം നോക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ വിജയങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഇൻസെക്യൂരിറ്റീസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ബോധപൂർവം ഒരാളെ പ്രണയിക്കുകയോ കൂടെ നിൽക്കുകയോ ചെയ്താൽ അനുഭവയോഗം ഇല്ലാതെ പോവും. ചിലപ്പം ഒരു ഇതുണ്ട്, 1+1=2 എന്നുള്ള രീതിയിലല്ല ഒരിക്കലും കർമ്മം അടിക്കുന്നത്. അപ്പം നമ്മൾ ഒരാളെ റിലേഷൻഷിപ്പിൽ വേദനിപ്പിച്ചാൽ അതേ വഴി വരെ നമുക്ക് പണിയൊന്നും കിട്ടണമെന്നില്ല. അത് നോക്കിയാൽ മതി. അസുരൻ ശിക്ഷിക്കുന്ന സമയത്ത്, അസുരൻ തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അവനറിയാം ആ വഴി ബലഹീനരായ മനുഷ്യരായതുകൊണ്ട് ആ വഴിയൊന്നും കിട്ടില്ല. കാരണം അവൻ്റെ ഇവരുടെ എല്ലാം ശക്തിയെ ഓവർകം ചെയ്യാനുള്ള തപസ്സുണ്ട്. പക്ഷേ ഇവനൊരു ലൂപ്പ് ഹോൾ ഉണ്ടാവും. ഇവൻ്റെ കർമ്മം, ഇവൻ്റെ നാശത്തിന് കാരണമാകുന്ന ഇവൻ അടച്ചു വെച്ചിരിക്കുന്ന ലൂപ്പ് ഹോളായിരിക്കും. മോളിൽ വെച്ച് കൊല്ലരുത്, താഴെ വെച്ച് കൊല്ലരുത്, മനുഷ്യനാവരുത്, മൃഗമാവരുത്. അപ്പം അപൂർണതകളുള്ള ഈ ലോകത്ത് പൂർണ്ണമായിട്ടുള്ളത് അദ്വൈതത്തിൽ മാത്രമാണ്, അദ്വൈതാവസ്ഥയിൽ, പരാവസ്ഥയിൽ മാത്രമുള്ളെന്ന് മനസ്സിലാക്കിയ ആർക്കും വ്യവഹരിക്കുന്ന സമയത്ത്, ഗ്രോസ് ലെവലിൽ വ്യവഹരിക്കുന്ന സമയത്ത് അപൂർണത ഉണ്ടാവും. എന്തിലും, ഈ വീഡിയോയിലായാലും എന്നിലായാലും നിങ്ങളിലായാലും വ്യവഹരിക്കുന്നത് എന്തിലും, ഇവൻ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭഗവത്ഗീതയിലും മഹാഭാരതത്തിലും സർവഗ്രന്ഥങ്ങളിലും അത് ദ്വൈതത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപൂർണത അതിനുണ്ടാവും. ആ അപൂർണത ഉള്ളത് കൊണ്ട് തന്നെ സർവ്വതിലും എല്ലാത്തിലും
അതെന്തിലും വേണമെങ്കിലും ചിന്തിക്കാം. അപ്പം അപൂർണത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന സ്വാർത്ഥതയോടുകൂടി ചെയ്യുന്ന വൈശ്യ സ്വഭാവത്തോടു കൂടി നിൽക്കുന്ന വൈശ്യം, അതായത് ലാഭേച്ഛ വൈശ്യ സ്വഭാവത്തോടുകൂടി ചെയ്യുന്ന എന്തിനും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾക്കൊരു വീക്ക് പോയിൻ്റ് ഉണ്ടായിരിക്കും. ആ വീക്ക് പോയിൻ്റിലിട്ട് കിട്ടുമ്പോഴായിരിക്കും ശരിക്കും അറിയുന്നത്. പലർക്കും അത് തിരിച്ചറിയാൻ തന്നെ പറ്റത്തില്ല. പലരും പറയുന്നത് ഒരു പോയിൻ്റാണ്, ഞാനൊന്നും ചെയ്തിട്ടല്ല, ഞാൻ ആരെയും ഇങ്ങനെയൊന്നും ദ്രോഹിച്ചിട്ടില്ല, പിന്നെ എന്തുകൊണ്ട് എനിക്കിങ്ങനെ കിട്ടിയെന്ന്. നമ്മൾ ആ ഏരിയയിൽ ചിലപ്പോൾ ദ്രോഹിച്ചിട്ടില്ലായിരിക്കും, അത് നമ്മുടെ വീക്ക് പോയിൻ്റാണ്. പക്ഷേ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന വേറെ ഏരിയയിലായിരിക്കും, വേറെ പല ഏരിയകളിലായിരിക്കും, നമ്മൾക്ക് ബലമുള്ള സൈഡുകളിലായിരിക്കും, നമ്മൾക്ക് ശക്തിയുള്ള ഏരിയകളിലായിരിക്കും. അവിടെയൊക്കെ ചെയ്തു വെച്ചപ്പം പലരുടെയും കണ്ണീര് പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ കണ്ണീരിൻ്റെ കർമ്മഫലം കറങ്ങിത്തിരിഞ്ഞ് വരുന്നത് എങ്ങോട്ടാ? നമ്മുടെ വീക്ക് പോയിന്റിലേക്കായിരിക്കും എന്നുള്ളതാണ്. കർമ്മ സിദ്ധാന്തത്തെക്കുറിച്ച് പലപ്പോഴും കർമ്മ 1+1=2 എന്നുള്ള രീതിയിലാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അത് പക്വതയില്ലാത്തത് കൊണ്ടാണ്, സാധനാബലമില്ലാത്തത് കൊണ്ട് ആണ്, തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അത് ഗ്രന്ഥങ്ങളിൽ ഋഷിമാർ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലതും സാധന കൊണ്ടേ തിരിച്ചറിയത്തുള്ളൂ. നമ്മൾ ഗ്രന്ഥങ്ങൾ വായിച്ചാലും ഇത് ചെയ്താലും നമ്മൾ നിരന്തരമായിട്ടുള്ള സാധന ചെയ്യുമ്പോഴാണ് അതിൻ്റെ ചുരുളുകൾ അഴിഞ്ഞ് തുടങ്ങുന്നത്. അതിൽ എഴുതി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളുടെയും ആ ചുരുളുകൾ, അതിൻ്റെ രഹസ്യാർത്ഥങ്ങൾ, സറ്റിൽ വേൾഡ് എന്താണ് എന്നുള്ളത് അറിഞ്ഞു തുടങ്ങുന്നത് മുന്നോട്ട് പോകുമ്പോഴാണ്. അപ്പോൾ പലതിൻ്റെയും അർത്ഥം നമുക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റാണ് ഈ കൂടുമാറി കൂട് കയറുക എന്നുള്ള ഒരിത്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നന്നായിരിക്കും എന്നുള്ളതാണ്. അത് 7-ൽ ചന്ദ്രൻ നിൽക്കുന്ന എല്ലാവർക്കും വരണം എന്നൊന്നുമില്ല. ചന്ദ്രന് നല്ല ബലമുള്ളവർക്ക് വരാം, ശുക്രന് ചന്ദ്രബന്ധം വന്നവരെ വരാം, ചന്ദ്രന് അഷ്ടമാധിപ ബന്ധം വന്നാൽ വരാം. അങ്ങനെ കുറേ മാനദണ്ഡങ്ങളുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ ഒരു പൊതുഫലമായതുകൊണ്ട് എനിക്ക് വളരെ അറിയാവുന്നതുകൊണ്ടും അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ടും തന്നെ ആണ് ഞാനീ പറയുന്നത്. അത് നിങ്ങളുടെ ഒബ്സർവേഷന് ഞാൻ വിട്ടുതരുന്നു. അതുപോലെ തന്നെ ഈ 7th ഹൗസ് എന്ന് പറയുന്നത് സെക്ഷൽ സ്റ്റൈൽ ആൻഡ് ഇൻറ്റൻഷൻ അല്ലേ. അപ്പം നമുക്ക് എങ്ങനെയായിരിക്കാം എന്നുള്ളത് നോക്കാം. സൂര്യൻ ആധിപത്യത്തിൻ്റെ സ്വഭാവമാണെങ്കിൽ വിപരീതമാണ് ചന്ദ്രൻ്റെ ശൈലി എന്നുള്ളതാണ്. ചന്ദ്രൻ ജലവും വാട്ടർ എലമെൻറ്റും വികാരങ്ങളുടെയും കാരകനായതുകൊണ്ട് തന്നെ ഇവർക്ക് ലൈംഗികത എന്നുള്ളത് വെറും ഒരു ശാരീരികമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇറ്റ്സ് ഇമോഷണൽ സെക്സ്, അതായത് വൈകാരികമായിട്ടുള്ള ലൈംഗികതയോടെ ആയിരിക്കും ഇവർക്ക് താല്പര്യം. അതൊരു ഞാൻ പറഞ്ഞ പോലെ ഒരു കേവലമായിട്ടുള്ളൊരു ശാരീരിക പ്രക്രിയയ്ക്ക് അപ്പുറമായിട്ട് വൈകാരികമായിട്ടുള്ള രണ്ട് മനസ്സുകളുടെ തമ്മിലുള്ളൊരു ലയനമാണ് ഇവരുടെ ഇൻറ്റൻഷൻസ് അല്ലെങ്കിൽ ഇവരുടെ ഒരു സെക്ഷൽ സ്റ്റൈല് എന്ന് പറയുന്നത്. മാനസികമായിട്ട് പങ്കാളിയുമായിട്ടൊരു മാനസിക അടുപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്കൊരു വൈകാരികമായിട്ട് അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ഒരു അടുപ്പം വരികയുള്ളൂ. ഇപ്പോൾ ചൊവ്വയ്ക്കൊക്കെ ബലം വന്നു കഴിഞ്ഞാൽ വൈകിട്ട് അടിയുണ്ടാക്കിയിട്ടിരുന്നാലും രാത്രി പോയി ഞോണ്ടുമ്പം സെറ്റാവും. അപ്പം സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിന് സമ്മതിക്കും. അപ്പോൾ അത് ചൊവ്വയുടെ ഒരു രീതിയാണ്. അപ്പോൾ അത് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ രീതിയുണ്ട്. അപ്പോൾ പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവർക്ക് മാനസികമായിട്ട് അടുപ്പം തോന്നുമ്പോൾ മാത്രമേ ഇവർക്ക് ലൈംഗികമായിട്ട് ഉണരാൻ സാധിക്കുള്ളൂ. സ്നേഹവും വാത്സല്യവുമാണ് ഇവരുടെ ലിബിഡോയ്ക്കുള്ള ഇന്ധനം, അതായത് കാമത്തിനുള്ള ഇന്ധനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഒരു റൊമാൻറ്റിക് ആൻഡ് സെൻഷ്വൽ സ്റ്റൈൽ സെൻഷ്വലിസ്റ്റുകളായിരിക്കാവുന്ന, അതായത് കഠിനമായതോ വേഗത്തിലുള്ളതോ ആയിട്ടുള്ള ലൈംഗികതയേക്കാൾ ഇവർ വളരെ മൃദുവായതും സാവധാനത്തിലുള്ളത് സ്ലോ ആൻഡ് സെൻഷ്വൽ രീതികളാണ് ഇവർ ഇഷ്ടപ്പെടുക എന്നുള്ളതും ഒരു ചിന്തയാണ്. അവർക്ക് അതിനോടൊക്കെയാണ് കുറച്ചുകൂടെ താല്പര്യം എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ലൈംഗിക ഇതിലേക്ക് പോകുന്നതിനുള്ള പൂർവ്വലീലകൾ, ഫോർപ്ലേയോടൊക്കെ ഇവർക്ക് വളരെ പ്രാധാന്യം നൽകുന്നു. അതുപോലെ തന്നെ ചുംബനങ്ങൾ, തലോടലുകൾ, സ്നേഹ സംഭാഷണങ്ങൾ ഒക്കെ ഇവർക്ക് വളരെ നിർബന്ധമാണ്. അത് എല്ലാ ഗ്രഹങ്ങൾക്കും ഉണ്ട്. പക്ഷേ ഇവർക്ക് കുറച്ചുകൂടി ഒരു കെയറിങ്, മാതൃവാത്സല്യം, ഒരു മദർലി ഫീലൊക്കെ ഉള്ളവരോടായിരിക്കും ഇവരുടെ ഒരു പ്രണയം, അല്ലെങ്കിൽ ഇവർക്ക് വരുന്ന പങ്കാളിയൊക്കെ അങ്ങനൊരു
അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ളവരായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ മൂഡ് അനുസരിച്ചുള്ള മാറ്റം, മൂഡ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവരുടെ ലൈംഗിക താല്പര്യങ്ങളിൽ ഇവരുടെ ഇഷ്ടങ്ങൾ, ഇവരുടെ പ്രണയം എന്നൊക്കെ പോലെ പൗർണമി അമാവാസ്യം പോലെ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അതിയായ ആസക്തിയും ഹൈ ലിബിഡോ ആയിരിക്കും. മറ്റു ചിലപ്പോൾ തീരെ താല്പര്യമില്ലാത്ത അവസ്ഥ, മൂഡൊക്കെ മാറി കുറച്ച് വെറുതെ ഇരുന്ന് സ്വസ്ഥമായിട്ടിരിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇവരുടെ കൂടെ ജീവിക്കുന്ന ആൾ എന്ന് പറയുന്നത്, പങ്കാളി എന്ന് പറയുന്നത്, ഇവരുടെ മൂഡിനനുസരിച്ച് മനസ്സിലാക്കി പെരുമാറിയില്ലെങ്കിൽ അടിയുണ്ടാവും, വഴക്കുണ്ടാവും, ഡിവോഴ്സിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മിക്കവാറും അങ്ങനെ ഡിവോഴ്സ് ആയിട്ടുള്ള കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇമാജിനേറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. ഈ ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനായതിനാൽ തന്നെ ഇവർക്ക് ലൈംഗിക കാര്യങ്ങളിൽ വളരെ ഭാവനകളും സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. മണങ്ങളോടും വെളുത്ത പുഷ്പങ്ങളോടും വെളുത്ത ലൈറ്റിനോടും അതുപോലെ തന്നെ വെളുത്ത രീതിയിൽ ഒരു വളരെ കുറച്ച് ലക്ഷറി കാണുന്ന രീതിയിലൊക്കെ എല്ലാം ഒരുക്കി വെക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ മൂഡ് വരാനും, പെട്ടെന്ന് ചിരിക്കുന്നതും പെട്ടെന്ന് ഇടപെടുന്നതും ഒക്കെ തുള്ളിച്ചാടി നടക്കുന്നതും ഒക്കെ ഒരു ഇതായിരിക്കും. ഈ ചന്ദ്രനും രാഹുബന്ധവും കൂടെ വന്നു കഴിഞ്ഞാൽ മോശമായ ഫാൻറ്റസികളും, ചന്ദ്രനും രാഹുബന്ധമില്ലാതെ വ്യാഴത്തിൻ്റെ ഒക്കെ ഇതാണ് വരുന്നത്. ഇവരുടെ ഭാവനകളൊക്കെ ഭക്തിസാന്ദ്രമായിരിക്കും. ചന്ദ്രൻ ഓരോ ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ് വരുന്നത്, ശുക്രൻ്റെ ബന്ധമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വളരെ ലക്ഷൂറിയസ് ഫാൻറ്റസീസിനോടൊക്കെ വലിയ താല്പര്യമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങൾ ഇവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കിടപ്പറയിൽ, ഇപ്പോൾ ശുക്രൻ്റെ ഒക്കെ ബന്ധമാണ് വരുന്നതെങ്കിൽ കിടപ്പറയിൽ ഒരു റൊമാൻറ്റിക് അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ ഇവർക്കൊരു താല്പര്യമായിരിക്കും. നിലവെളിച്ചം, ഉദാഹരണത്തിന് പറഞ്ഞ ചില വെളിച്ചങ്ങൾ വിളക്കത്തിച്ച് വെക്കുക, സുഗന്ധം, ചെറിയ മ്യൂസിക്സ്, അപ്പോൾ അങ്ങനെയൊക്കെ സൃഷ്ടിച്ച് അതിനനുസരിച്ചൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനോടൊക്കെ ഒരു താല്പര്യം ഇവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്നാലേ ആ ഒരു ഇമോഷണൽ അവർക്കൊരു കണ്ടൻമെൻറ്റിലേക്ക് എത്തണമെങ്കിൽ അങ്ങനെയൊക്കെ ഒരു കുറച്ച് ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. ഇത് മനസ്സിലാക്കി പെരുമാറാത്ത ഒരു രവിയോ ചൊവ്വയോ ഒക്കെ പോലുള്ള ഒരാളാണ് ഈ ക്യാരക്ടറുള്ള ഒരാളുടെ ജീവിതത്തിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റില്ല. വളരെ തീക്ഷ്ണ സ്വഭാവമുള്ളവരാണ്. അവർക്ക് ഇതൊന്നൊരു വിഷയമല്ല, ഇതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. മറ്റേ പാട്ട് പാടുക, വന്നൊരു പാട്ട് കേൾക്ക് എന്ന് പറഞ്ഞ് വിളിച്ചിരുത്തിയാൽ ചിലപ്പോൾ പാട്ട് കേട്ടുകൊണ്ട് അവർ കിടന്ന് ഉറങ്ങിപ്പോവും. അല്ലെങ്കിൽ അവർക്ക് അതിനോട് താല്പര്യമേ കാണത്തില്ല, അവർക്ക് ഇറിറ്റേറ്റഡ് ആവും. അപ്പം അവിടെയാണ് ഈ ഒരേ തരത്തിലുള്ള ക്യാരക്ടറുള്ളവർ അല്ലെ ഒരേ തരത്തിലുള്ള വേവ് ലെങ്ത് ഉള്ളവർ വരുന്നത്, അല്ലെ പറയുന്നത് സെയിം വൈബാണെന്നൊക്കെ പറയുന്നത് ആൾക്കാർ. ആ കാർമിക് ഡെപ്റ്റ് ഏത് ഗ്രഹത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുമായിട്ടാണ് പോസിറ്റീവ് ഡെപ്റ്റുകളും നെഗറ്റീവ് ഡെപ്റ്റും കിടക്കുന്നത് എന്നുള്ളതിനനുസരിച്ചാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം വളരെ വിശദമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇത് പറയുന്നത്. ചന്ദ്രൻ്റേത് ഞാൻ ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് ഇത്രയൊക്കെയാണ് അതിൻ്റെ ഒരു ഇമാജിനേറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ. ഇനി ഒരു ഇൻറ്റൻഷൻസ് പറയാം. ഇവരുടെ ഒരു ഉദ്ദേശം, ഇവരുടെ ലൈംഗിക ഉദ്ദേശം പലപ്പോഴും സംരക്ഷണം നൽകുക, കെയർ ഗീവിങ് ആയിരിക്കും, അല്ലെങ്കിൽ സംരക്ഷണം നേടുക എന്നുള്ള ഇവരുടെ ഇൻസെക്യൂരിറ്റീസിനെ ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ പലതിനും നിന്നു കൊടുക്കുന്നതും പലതിനും ഒരാളില്ലാതെ എത്ര അടിയുണ്ടാക്കിയാലും വഴക്കുണ്ടാക്കിയാലും ഇതുണ്ടായാലും ആ ഒരു ആളില്ലാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ തിരിച്ചും ഭയങ്കരമായിട്ട് തിരിച്ചും കെയർ ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യും, കടിച്ചു പിടിച്ച് നിൽക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പങ്കാളി തന്നെ കുഞ്ഞിനെ പോലെ സ്നേഹിക്കണമെന്നും ലാളിക്കണമെന്നും ഇവർ ആഗ്രഹിക്കുമെന്നുള്ളതാണ്. അല്ലെ തിരിച്ച് ഇവർക്ക് വരുന്ന പാർട്ട്ണർ 7th ഹൗസിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നിൽ അവർക്ക് തോന്നും എൻ്റെ പങ്കാളി ഇവരൊരു മദർലി അല്ലെങ്കിൽ ഒരു ഫാദർലി ഫീലായിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ തിരിച്ച് അങ്ങനെ ആയിരിക്കാം. അങ്ങനെ ആയിരിക്കും ഇവർ കെയർ ഗീവർ ആകുമ്പോൾ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പം ഭർത്താവാണെങ്കിൽ ഭാര്യയെ മോളെ പോലെയൊക്കെ ആയിരിക്കും കാണുന്നത്. അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ആണെങ്കിൽ
കുഞ്ഞിനെ പോലെയൊക്കെ ആയിരിക്കും കാണുന്നത്. ബേബി എന്നുള്ള വിളിയൊക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത് ഞാൻ പണ്ട് ചന്ദ്രൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഞാനത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ചന്ദ്രൻ ഒരു മദർ നേച്ചറാണ്, ഇമോഷണൽ ക്യാരക്ടറാണ്, ക്യൂനാണ്, രാജകുമാരിയാണ്, രാജ്ഞിയാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ഉപയോഗിച്ച് ഒരാളുടെ ക്യാരക്ടറിൻ്റെ, അവരുടെ ഹിഡൻ നേച്ചർ, 7th ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിൽ, ആ ഒരു ഗ്രൗണ്ടിൽ, ഇതൊരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ആണെങ്കിൽ 4th ഹൗസ് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ആണെങ്കിൽ ഓരോ ഗ്രൗണ്ടിലും ഓരോ ഗെയിമല്ലേ നടക്കുന്നത്. അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ട് ഗ്രൗണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ 7th ഹൗസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജ് ആണെങ്കിൽ, ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ അവിടെ നടക്കുന്ന ഗെയിം എന്തായിരിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ അവിടെ എന്താണുള്ളത് എന്നുള്ളത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ച് ഒബ്സർവ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. എല്ലാം നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല, കുറേയൊക്കെ നിരീക്ഷിച്ച് മനസ്സിലാക്കുക തന്നെ വേണം. ഇനി നമുക്ക് കാർമിക് കണക്ഷൻസിൻ്റെ കാര്യങ്ങളും കൂടെ നോക്കാം. 7ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ കർമ്മരഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അല്ലെങ്കിൽ 7ാം ഭാവ ലഗ്നത്തിൽ ചന്ദ്രൻ നിന്നുകൊണ്ട് 7ൽ നോക്കുന്നോ, അതോ ചന്ദ്രൻ ബലവാനായി ഒരാളുടെ നിൽക്കുകയോ ഒക്കെ ചെയ്താൽ ഏറ്റവും ബലമായിട്ടുള്ളത് ചന്ദ്രനാണെങ്കിലൊക്കെ എന്താണ് അവർ തേടുന്നത്, അവരെ ഈ കർമ്മരഹസ്യം എന്താണെന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. ജീവിത പങ്കാളി, അവർ അതിലൂടെ ശരിക്കൊരു മദർ ഫിഗറിനെ തേടുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ജീവിത പങ്കാളി സ്വന്തം അമ്മയെ അന്വേഷിക്കുന്നു. മുൻജന്മത്തിൽ അമ്മയുമായി ഉണ്ടായിരുന്ന ബന്ധത്തിൻ്റെ ബാക്കി പത്രമായിട്ട് പലപ്പോഴും പങ്കാളി കടന്നു വരുന്നത്. പലപ്പോഴും ഈ ഒരു മാതൃത്വം പല രീതിയിൽ, ഒരു സ്ത്രീയുടെ മാതൃത്വം പല രീതിയിൽ വരുന്നതിനെക്കുറിച്ച് ഞാൻ എവിടെയോ വായിച്ചൊരു ഓർമ്മയുണ്ട്. ചെറുപ്പത്തിൽ അമ്മയിൽ നിന്നും, അതുപോലെ തന്നെ സഹോദരിയുടെ ഒരു പ്രൊട്ടക്ഷൻ, മൂത്ത ചേച്ചിമാരിൽ നിന്നും, അതേപോലെ ഫ്രണ്ട്സിൽ നിന്നും, പെൺസുഹൃത്തുക്കളിൽ നിന്നും, അല്ലെങ്കിൽ പ്രണയിക്കുന്നവരിൽ നിന്നും, ഭാര്യയിൽ നിന്നും, മകളിൽ നിന്നുമെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിലൊരു കെയറിങ്, ഒരു മദർ ഫിഗർ ചിലപ്പം ആൾക്കാർ പ്രതീക്ഷിക്കും. അങ്ങനെ ഒരു കണക്ഷൻ വന്നാൽ മാത്രമേ ആ ബന്ധത്തിനൊരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് എവിടെയാണെന്ന് ഓർമ്മയില്ല. എവിടെയോ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഒരു വീഡിയോയോ എവിടെയോ ഞാൻ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴല്ലോ വായിച്ചപ്പോഴോ ഒക്കെ കണ്ട ഒരു ഓർമ്മയുണ്ട്. ഇത് പറഞ്ഞപ്പം, ഈ കാര്യം പറഞ്ഞപ്പം സാന്ദർഭികവശാൽ എനിക്ക് ഓർമ്മ വന്നതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ക്ഷമിക്കണം, കാരണം അത് എവിടെയാണെന്നുള്ളത് കിട്ടുന്നില്ല. അപ്പം ഒരു മുൻജന്മത്തിൽ അമ്മയുമായി ഉണ്ടായിരുന്ന ബന്ധത്തിൻ്റെ ബാക്കി പത്രമായിട്ടാണ് പലപ്പോഴും പങ്കാളി കടന്നു വരുന്നത്. അപ്പം അത് ആ മദർലി ഫീലിംഗ് ഉള്ള ഒരു പങ്കാളിയുടെ അടുത്ത് കിടക്കുന്ന ഇൻകംപ്ലീറ്റഡ് ഡെപ്റ്റാണ് ഈ ജന്മം അനുഭവിക്കുന്നത് എന്നുള്ളത് കൂടി ഓർത്തുള്ള. ഒരുപാട് കെയറിങ് കൊടുക്കാൻ കഴിയാതെ, സാഹചര്യങ്ങളിൽ അത് കൊടുക്കാൻ കഴിയാതെ, അത് പൂർണ്ണമാകാതെ പോയ ഒരു ബന്ധമാണ് അങ്ങനെ വരുന്നത് എന്നുള്ള ഒരു ഓർമ്മ വേണം. അതുപോലെ തന്നെ അടുത്തത് ഋണാനുബന്ധം എന്ന് പറയും യോഗശാസ്ത്രത്തിലും ഒക്കെ. അതായത് വൈകാരികമായിട്ടുള്ള കടങ്ങൾ, ഇമോഷണൽ ഡെപ്റ്റ്സ് തീർക്കാൻ വേണ്ടി ഇവർ ഒന്നിക്കുന്നു എന്നുള്ളതാണ്. മുൻജന്മത്തിൽ ആർക്കെങ്കിലും നൽകാൻ ബാക്കി വെച്ച സ്നേഹമോ കരുതലോ ഈ ജന്മത്തിൽ പങ്കാളിക്ക് നൽകേണ്ടി വരും എന്നുള്ളതാണ്. പലപ്പോഴും അത് വന്ന് കുറച്ചു കാലം കഴിഞ്ഞ് അതങ്ങ് പൊട്ടിപ്പോവാം. അല്ലെങ്കിൽ രണ്ടുപേര് കല്യാണം കഴിച്ചാലും ഒരു ജീവിതത്തിന് പൊതുവെ കാണുന്ന ഒരു അർത്ഥമില്ലാതെ പോലെ ഇങ്ങനെ പുറമേ നിന്ന് നോക്കുന്നവർക്ക് തോന്നാം. അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇതിനുള്ളൊരു ആത്മീയമായിട്ടുള്ള പരിഹാരങ്ങളിൽ ഒന്നാമത്തേത് മനസ്സിൻ്റെയും ബന്ധങ്ങളുടെയും സന്തുലനാവസ്ഥയാണ്. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ള. ഒരു ലെവലിന് മുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ഭയങ്കര പാടായിരിക്കും. ആങ്സൈറ്റി മാറില്ല, മരുന്ന് എടുക്കേണ്ടി വരും. മരുന്ന് ധാരാളം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് കഴിയുമ്പോൾ നിർത്തേണ്ടി വന്നാൽ അതിൻ്റെ വിഡ്രോവൽ സിൻഡ്രം ഉണ്ടാകും. വിഡ്രോവൽ സിൻഡ്രം ഉണ്ടാകുന്ന സമയത്ത് അതിനെ ഓവർകം ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും, ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ടി വരും. അതാണ് സത്യം. മാനസികമായിട്ട് വല്ലാത്തൊരു സ്റ്റേജിലൂടെ കടന്നു പോകേണ്ടി വരും. അപ്പോൾ അതൊന്നി നിങ്ങൾ അല്ലെ നിങ്ങളുടെ പങ്കാളി, രണ്ടിലാരെങ്കിലും ഒന്ന് ഉറപ്പാണ്. അപ്പോൾ അതിൽ നല്ലത് ആത്മീയപരമായിട്ടുള്ള ഒരു വെൽബീയിങ് നിങ്ങൾ
കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഒന്നാമത്തേത്, അതിന് മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, മെഡിറ്റേഷൻ പ്രോപ്പറായിട്ട്. ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ലൈഫ് സിസ്റ്റമാറ്റിക് ആക്കുക എന്നുള്ള. തോന്നുമ്പോൾ എണ്ണിക്കുക, തോന്നുമ്പോൾ കുളിക്കുക, തോന്നുമ്പോൾ പല്ല് തേക്കുക, ആൾക്കാരെ കാണുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ പറയുക, വലിയ വലിയ സ്പിരിച്വൽ കാര്യങ്ങൾ പറയുക, വലിയ വലിയ ജോലിയിലായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്, വലിയ വലിയ സംഭവമായിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ സിസ്റ്റമാറ്റിക്കും നിഷ്ഠയും ഇല്ലാത്ത ഒരു ജീവിതം നിങ്ങളുടെ മാനസിക നില തളർത്തും. വലിയ ജോലിയിലൊക്കെ ആയിരിക്കാം, വലിയ ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടാവാം, പക്ഷേ ഒന്നും ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നില്ല, അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കുന്നത് പോലും ആർക്കാണ്ട് വേണ്ടി ഓക്കാനിക്കുന്ന ഒരു അവസ്ഥ പോലെ വരാം ചില സമയങ്ങളിൽ മാനസികമായിട്ട് തളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഇത്രയും രൂക്ഷമായിട്ട് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇത് കേട്ടിട്ടെങ്കിൽ എന്നോട് ദേഷ്യം തോന്നിയാലും വേണ്ടിയില്ല. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആയില്ലെന്നുണ്ടെങ്കിൽ അത് റെഡിയാവാൻ വലിയ പാടാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെയും ബന്ധങ്ങളുടെയും സന്തുലനാവസ്ഥയ്ക്ക് ഒന്നാമത്തത് ഭഗവതിയെ ആശ്രയിക്കുക എന്നുള്ളതാണ്. ചന്ദ്രൻ ബലമുണ്ടെങ്കിൽ നിങ്ങളുടെ രാശി ഇതിൽ ദുർഗാദേവി, ലളിതാംബികയോ പാർവതിയെയോ ഒക്കെ ആരാധിക്കുക. അത് ലളിതാ സഹസ്രനാമമൊക്കെ ചന്ദ്രബന്ധത്തിൽ പറയുന്നുണ്ട് ശക്തേയമായിട്ട്. പക്ഷേ ശുക്രൻ്റെ ബന്ധത്തിലും അത് പറയുന്നുണ്ട്. എന്നാൽ പോലും ലളിതാ സഹസ്രനാമമോ അല്ലെങ്കിൽ ദുർഗാദേവിയെയോ അല്ലെങ്കിൽ പാർവതിയെ ഒക്കെ ആരാധിക്കുന്നത് വളരെ വിശേഷമായിരിക്കും. ബലമില്ലെങ്കിൽ കാളി തുടങ്ങിയിട്ടുള്ള ഉഗ്രദേവതയെ ആരാധിക്കുന്നത് വളരെ വിശേഷമായിരിക്കും. അപ്പം ചന്ദ്രദോഷം മാറി ദാമ്പത്യം സമ്പുഷ്ടമാകാൻ ഇത് സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. രണ്ടാമത്തത്, പൗർണമി ദിവസത്തിൻ്റെ ചന്ദ്രൻ്റെ വെളിച്ചത്തിലിരുന്ന് ധ്യാനിക്കുന്നത് വളരെ ഇതാണ്. അതുപോലെ തന്നെ അമാവാസി ഈ ദിവസങ്ങളിൽ, അതായത് പൗർണമി ദിവസത്തിൽ ദുർഗാ അല്ലെങ്കിൽ ലളിതാ പൂജയും, അമാവാസി ദിവസം ഭദ്രകാളി പൂജയും അല്ലെങ്കിൽ ദുർഗാ ലളിതാദേവി ക്ഷേത്രങ്ങളിൽ പൗർണമി ദിവസവും, അതേപോലെ തന്നെ അമാവാസി ദിവസം ഭദ്രകാളി പ്രീതിയും അതുപോലെ പിതൃക്കൾക്കുള്ള പ്രീതിയും ഒക്കെ നടത്തിയാൽ മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനും ലൈംഗിക ഊർജത്തെ ക്രമീകരിക്കാനും ഇത് സഹായിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. പലർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകളിൽ ഞാൻ ഫ്രീ ആയിട്ട് ഒരുപാട് പേർക്ക് പൗർണമി പൂജയും അമാവാസി പൂജയും ഒക്കെ ചെയ്യുന്ന രീതികളും ഒക്കെ ഞാൻ തന്ത്രത്തിൻ്റെ ക്ലാസ് എടുത്ത സമയത്ത് പഠിപ്പിച്ചിട്ടുമുണ്ട്. ചെയ്ത ഒരുപാട് പേർക്ക് മാറ്റമുണ്ട്. അതെൻ്റെ അനുഭവം കൂടി ആണ് എന്നുള്ളതാണ്. ഈ പൗർണമി ദിവസവും അമാവാസി ദിവസവും ഇവർ മാത്രമല്ല, എല്ലാവരും ഈ 2 ദിവസവും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഉപയോഗിക്കുകയും ചെയ്യുക. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രത്യേകിച്ച് ഹൈന്ദവ ധർമ്മത്തിൻ്റെ എല്ലാ ആഘോഷങ്ങളും ഈ പറഞ്ഞ ഡേയ്സുമായിട്ട്, കോസ്മിക് കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ വിഷു ആണെങ്കിൽ സംക്രമത്തെ ബേസ് ചെയ്തിട്ടായിരിക്കും. കർക്കിടക മാസം ആകുമ്പോഴത്തേക്ക് ചന്ദ്രൻ്റെ രാശിയിലേക്ക് രവി വരുന്നതിൻ്റെ ഇത് ബേസ് ചെയ്തിട്ടാണ്. ചിങ്ങരാശി തിരുവോണം വരുമ്പോൾ രവി സ്വന്തം രാശിയിലേക്ക് വരുന്നതുമാണ്. ദീപാവലി വരുമ്പോൾ രവിയും ചന്ദ്രനും, രവി നീചനാവുകയും ചന്ദ്രൻ അമാവാസിയും കൂടെ വരുമ്പോൾ 2 ഗ്രഹങ്ങൾക്ക് ഒരുപോലെ ബലമില്ലാതെ വരുന്ന ദിവസം ലോകത്തിന് വെളിച്ചം നൽകുന്ന ഗ്രഹമായിട്ടുള്ള ചന്ദ്രനും രവിയും ഒരുപോലെ ഒരുമിച്ച് നീചനാവുന്ന ഒരവസ്ഥ വരുന്നത് കൊണ്ടാണ് തുലാൻ രാശിയിൽ. അങ്ങനെ വരുമ്പോൾ ലോകത്തെല്ലാവരും 365 ദിവസവും നമുക്ക് വേണ്ടി നിൽക്കുന്ന 2 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദീപം തെളിയിച്ച് ദീപാവലി ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ വൃശ്ചിക മാസം മണ്ഡലകാലത്ത് വരുന്ന കാർത്തിക എന്ന് പറയുന്നത് ചന്ദ്രൻ ഉച്ചനാവുകയും ഉച്ചരാശിയിൽ വരികയും അതുപോലെ തന്നെ രവി ചന്ദ്രൻ നീചനാകുന്ന രാശി വരികയും ചെയ്യുന്ന സമയത്ത് വൃശ്ചിക മാസത്തിലെ കാർത്തിക വിളക്ക് കത്തിക്കുന്ന അന്നും എല്ലാവരും ദീപം തെളിയിച്ച് ആഘോഷിക്കുക. അങ്ങനെ ഓരോരോ ഫെസ്റ്റിവൽസ്, വിനായക ചതുർത്ഥിയാണെങ്കിലും തൃതീയയാണെങ്കിലും ഏത് ഷഷ്ടിയാണെങ്കിലും സ്കന്ദനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കന്ദഷഷ്ടിയാണെങ്കിൽ ഇതെല്ലാം തന്നെ നമ്മുടെ ഈ കോസ്മിക് വൈബുമായിട്ടും കോസ്മിക് കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്, കോസ്മിക് കാലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ പൗർണമിയും അമാവാസിയും ഉറപ്പായിട്ടും യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ലൈംഗിക ഊർജ്ജത്തെ ക്രമീകരിക്കാനും സഹായിക്കുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അതേപോലെ തന്നെ അമ്മയെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. 7th ഹൗസിൽ ചന്ദ്രൻ നിൽക്കുന്നത്. അമ്മയുമായിട്ട് മിക്കപ്പോഴും അടി വീഴാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ അമ്മയുമായിട്ട് ഇമോഷണൽ കണക്ഷൻസ് കൂടുതലായിരിക്കും. ഈ കാരണം കൊണ്ട് തന്നെ കുടുംബജീവിതം പൊളിയാനുള്ള സാധ്യതകളും
ഉണ്ട് എന്നുള്ളത് കൊണ്ട് അമ്മയോടും മുതിർന്ന സ്ത്രീകളോടും മാന്യമായി പെരുമാറുക എന്നുള്ളത് 7-ാം ഭാവത്തിലെ ചന്ദ്രനെ ബലപ്പെടുത്തും. അതേപോലെ തന്നെ ഭാര്യ വന്നു കഴിയുമ്പം ഭാര്യയും അമ്മയും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്, ഇവരുണ്ടാക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ തിരിച്ച് ഹസ്ബൻഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡിനെയും സ്വന്തം അമ്മയെയും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ, അല്ല അമ്മ പറയുന്നത് മൊത്തം കേട്ടിട്ട് ഹസ്ബൻഡിനെയും ഹസ്ബൻഡ് പറയുന്നത് മൊത്തം കേട്ടിട്ട് അമ്മ, അങ്ങനെയല്ല. അത് രണ്ടും വേണ്ടവരാണ്, രണ്ട് ഇൻഡിവിജ്വൽ ആണെന്ന് വെച്ചിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ വെള്ളിപ്പാത്രത്തിൽ വെള്ളം കുടിക്കുന്നോ വെള്ളി ആഭരണങ്ങൾ ധരിക്കുന്നതുമൊക്കെ ചന്ദ്രനെ ബലപ്പെടുത്താൻ നല്ലതാണെന്ന് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നു. ചുരുക്കത്തിൽ 7-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് പ്രണയഭരിതമായിട്ടുള്ള ഒരു ദാമ്പത്യത്തെ സൂചിപ്പിക്കുന്നു എന്ന് വേണേൽ പറയാം. സെൻഷ്വൽ ആണ്, സെക്ഷുവൽ അല്ല, സെൻഷ്വൽ ആണ് എന്നുള്ളതാണ്. സെൻഷ്വൽ ഇമോഷണലാണ് എന്നുള്ളതാണ്. അപ്പം അവിടെ അധികാരത്തെക്കാൾ ഉപരി പരസ്പര ലാളനകളും കഡ്ലിംഗ് കെയർ എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ വൈകാരികമായ ഐക്യത്തിനായിരിക്കും കൂടുതൽ പ്രാധാന്യം. മൂഡ് സ്വിങ്സ് നിയന്ത്രിച്ചാൽ ഏറ്റവും ആനന്ദകരമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകും. ഒരു റിലേഷൻഷിപ്പ് പൊട്ടി അടുത്തയിലേക്ക് പൊട്ടിയിട്ട് കംപ്ലൈൻറ്റ് ബോക്സ് ആവാതെ, ഗോസിപ്സ് സ്പ്രെഡ് ചെയ്യാതെ, മറ്റുള്ളവരെ കുറ്റം പറയുന്നതിനും പകരം ഹൗ ടു ഹാൻഡിൽ മൈ മൂഡ് സ്വിങ് എന്നുള്ളൊരു കാര്യം നിരന്തരമായി സ്വയം ചോദിച്ചുകൊണ്ട് അതിനെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കുക. ഡിപ്രഷനിൽ നിന്നൊക്കെ ചാടി പുറത്ത് വരും. അതുള്ളവർ, അല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് മനസ്സിലാക്കി മൂഡ് സ്വിങ്സൊക്കെ നിയന്ത്രിച്ചാൽ ഏറ്റവും സന്തോഷപൂർണവും ആനന്ദകരവും നല്ല ബോണ്ടിങ്ങും ഉള്ളതുമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. അങ്ങനെ ഉണ്ടാവാൻ വേണ്ടി സർവേശ്വരിയായിരിക്കുന്ന ദുർഗാഭഗവതിയും ഭദ്രകാളിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. See you. നമസ്കാരം.